എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് കാലത്തെ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ രാജാവിന് 4 പുത്രിമാർ ജനിച്ചു, 4 രാജകുമാരിമാർ. പക്ഷേ രാജാവിന് ആൺമക്കൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യകാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായി. അതിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഒരാളെ വേണം തൻ്റെ കാലശേഷം രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ എന്നുള്ള വിചാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പണ്ഡിത സദസ്സിൽ, കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിൽ ഈ കുട്ടികളെയും ഒപ്പം ഇരുത്തുന്നത് പതിവായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി ഈ കുട്ടികളുടെ കഴിവ് ഈ സദസ്സിന് മുമ്പിലൊന്ന് പ്രകടിപ്പിക്കണം. അതിനുവേണ്ടി അദ്ദേഹം മൂത്ത കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. നീ എന്തായിരിക്കും എനിക്ക് സമ്മാനമായിട്ട് ഇപ്പോൾ തരാൻ, നിൻ്റെ കയ്യിൽ മൂല്യമുള്ള എന്താണ് നിനക്ക് സമ്മാനമായിട്ട് തരാൻ തോന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി വിചാരിച്ചു, ഏറ്റവും വില പിടിച്ചത് കൊട്ടാരത്തിലെ നിലവറയിലുള്ള വജ്രമാണ്. ആ വജ്രക്കല്ല് അദ്ദേഹത്തിന് സമ്മാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിലെ ആ കാണികളെല്ലാം അവർ കൈയടിച്ചു, പ്രോത്സാഹിപ്പിച്ചു. രാജാവിന് വളരെയധികം സന്തോഷമായി. രണ്ടാമത്തെ കുട്ടിയോട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ രണ്ടാമത് വില പിടിച്ച സ്വർണ്ണക്കട്ടികൾ അത് തരുമെന്ന് രാജാവിനോട് രണ്ടാമത്തെ മകൾ പറഞ്ഞു. അപ്പോഴും കരഘോഷമുയർന്നു. വളരെയധികം എല്ലാവർക്കും സന്തോഷമായി. മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വെള്ളിയായിരിക്കും തരിക, വെള്ളിക്കട്ടികൾ ഖജനാവിൽ നിന്ന് എടുത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോഴും സന്തോഷമായി. ഇനി നാലാമത്തെ ഏറ്റവും ഇളയ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അച്ഛന് തരുന്നത് ഉപ്പായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കരഘോഷത്തിന് പകരം കൂകി വിളികളും എല്ലാവരും പരിഹാസച്ചിരികളും എല്ലാം അവിടെ ഉയർന്നപ്പോൾ രാജാവിന് വളരെയധികം ഒരു നാണക്കേട് പോലെ തോന്നി. അപ്പോൾ ഇവൾക്ക് ഒരവസരം കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് രാജാവ് ഒന്നുകൂടി ചോദിച്ചു, നീ നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? നിനക്ക് അതിലും മൂല്യമുള്ള ഒന്നും തരാൻ എനിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അച്ഛന് ഉപ്പാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവൾ മാറ്റമില്ലാതെ പറഞ്ഞു. അപ്പോൾ രാജാവിന് വളരെയധികം കോപം ഇരച്ചു വന്നു. രാജാവ് പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി ഇവളെ ഈ നാട് തന്നെ കടത്തി വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിലെ ഒരു ഭടൻ ഈ കുട്ടിയെ, കരയുന്ന കുട്ടിയെ പിടിച്ചു വലിച്ച് കുതിരപ്പുറത്ത് കൊണ്ടുപോയി അടുത്ത രാജാവിൻ്റെ ആ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് തിരികെ പോരുകയും ചെയ്തു. അപ്പോൾ ആ നാട്ടിൽ ആ വഴിയിലൂടെ ഇവൾ കരഞ്ഞുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ രാജാവ് ഒരു വേട്ട കഴിഞ്ഞിട്ട് വരുന്ന സമയം, അതായത് നായാട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയമായിരുന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇവൾ രാജകുമാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഈ കഥകളെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ രാജാവിന് മനസ്സലിവ് തോന്നി. രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവളെ രാജകുമാരിയെപ്പോലെ തന്നെ വളർത്തുകയും ചെയ്തു. അങ്ങനെ അവൾ വളർന്നു വലുതായി. അപ്പോൾ രാജാവിന് ഏക മകനായിരുന്നു. ആ രാജകുമാരനെ കൊണ്ട് ഇവളുടെ വിവാഹവും നിശ്ചയിച്ചു. അങ്ങനെ ആ വിവാഹ ദിവസം ക്ഷണിതാവായിട്ട് സ്വന്തം അച്ഛൻ, അതായത് അയൽ രാജ്യത്തെ രാജാവ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം സദ്യക്കിരുന്നപ്പോൾ ആഹാരം കഴിച്ചു നോക്കിയപ്പോൾ ഒന്നിനും ഒരു രുചിയുമില്ല. അദ്ദേഹം വല്ലാതെ കോപിച്ചു. ഉടനെ ഈ മകൾ, അതായത് രാജകുമാരി, ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പിൻ്റെ പൊടി കൊണ്ടുവന്ന് അത് ഈ അച്ഛൻ്റെ ആഹാരത്തിലെല്ലാം വിതറി. അങ്ങനെ കുഴച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ രുചികരമായിട്ട് തോന്നി. അച്ഛന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ ആഹാരം. ആ ആഹാരത്തിൽ രുചി തരുന്ന ഉപ്പ് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ തോന്നി. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം അച്ഛനിപ്പോൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അച്ഛൻ വീണ്ടും അന്നേരം ചോദിച്ചപ്പോഴും ഞാൻ എൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ആ മകളോട് ക്ഷമ ചോദിച്ചിട്ട് യാത്രയായി എന്നുള്ളതാണ് കഥ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ചില കുട്ടികൾ വ്യക്തമായിട്ടുള്ള ചില പോളിസികൾ, നയങ്ങൾ അത് പ്രകടമാക്കും. അപ്പോൾ ആ ഒരു സ്വഭാവ രീതി വളരെ നല്ല ഒരു ജീവിതം അവർക്ക് സമ്മാനിക്കും. കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ദിശാബോധമുണ്ട്. അവരെ ആരും വഴിതെറ്റിക്കാൻ പറ്റത്തില്ല. ദുശ്ശീലങ്ങളിൽ പെടാനായിട്ട് അവർ തീരെ സാധ്യതയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറയുന്ന വാക്കിന് വിലയുണ്ടായിരിക്കണം. നമ്മൾക്കൊരു സ്ഥിരമായിട്ടുള്ള ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയതുപോലെ നമ്മുടെ
ഇഷ്ടാനിഷ്ടങ്ങൾ മാറി മറിയാനുള്ളതല്ല. നമ്മൾക്കൊരു വ്യക്തമായ ധാരണയും നമുക്കൊരു വ്യക്തമായ വഴിയും ഉണ്ടെന്നുള്ളത് തീർച്ചയാക്കുക.